ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. പഠിക്കാനുള്ളത് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന പോപ്പ് കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പോപ്പ് സോങ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര താല്പര്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രമാത്രം സോങ്സ് പോപ്പുലർ ആണെന്നുള്ളത് ഇന്നും യൂട്യൂബ് വീഡിയോസ് നോക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പേര് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അറിയാം എത്രമാത്രം പോപ്പുലാരിറ്റി ആ ഒരു പേരിനുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു ചേഞ്ച് ആണ് അദ്ദേഹം പോപ്പ് മ്യൂസിക്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനും ആർക്കും ആവശ്യമില്ലാത്ത ഒരാളാണ്. പോപ്പ് മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ ശരിക്കും ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ സോങ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ്, ഒരു ഡാൻസറാണ് ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്റ്റെപ്സ്, മോൺ വാക്ക് പോലെയുള്ള സ്റ്റെപ്സ് കൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ആരാധനയുള്ള ഒരു മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. മൈക്കിൾ ജോസഫ് ജാക്സൺ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1958 അദ്ദേഹം ജനിച്ചത്. 2009 മരിച്ചു. ഒരു അമേരിക്കൻ സിംഗർ ആണെന്ന് നമുക്കറിയാം. സോങ് റൈറ്ററാണ്, ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിരുന്നു, ഡാൻസർ ആയിരുന്നു. കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. കാരണം അത്രയ്ക്കും ഇൻഫാക്ട് ഹീസ് റിഗാർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ഫിഗേഴ്സ് ഓഫ് ദ 20th സെഞ്ച്വറി. ശരിക്കും അത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കൾച്ചറൽ ഫിഗറാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. ഒരു 4 ഡിക്കേഡ്സ് നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമുക്ക് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ ഡാൻസ്, ഫാഷൻ, ഇതൊക്കെ തന്നെ എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഒരു ഗ്ലോബൽ ഫിഗറാണ്, പോപ്പുലർ കൾച്ചറിലെ ഒരു ഗ്ലോബൽ ഫിഗറാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സ്റ്റൈൽസ് കൊണ്ട്. ശരിക്കും പല ടൈപ്പ് ഓഫ് മ്യൂസിക് സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ വിഷ്വൽ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെത് നമുക്കുണ്ട്. കാരണം സ്ട്രീറ്റ് ഡാൻസ്, അദ്ദേഹത്തിന് പറഞ്ഞ മൂൺ വാക്ക് ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരെ എത്രമാത്രം ആൾക്കാർക്ക് ആരാധന അദ്ദേഹത്തോടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിംഗറാണ്, അല്ലെങ്കിൽ ഒരു ഡാൻസറാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അത്രയ്ക്കൊരു ഒരു പോപ്പുലർ ഫിഗറാണ് അദ്ദേഹം. ഇപ്പോഴും മരണത്തിന് ശേഷം 2009 മരിച്ച ഒരു സിംഗർ എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പോപ്പുലർ കൾച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി കോൺട്രവേഴ്സീസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 1980s തൊട്ടേ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും അത്രയ്ക്കും കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻസിലൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. ബിക്കോസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യും. അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്സിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, ബിഹേവിയറിനെ കുറിച്ചൊക്കെ തന്നെ ഒത്തിരി അക്യൂസേഷൻസ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കോൺട്രവേഴ്സി ഫേസ് ചെയ്ത ഒരാളാണ് അദ്ദേഹം. ബട്ട് സ്റ്റിൽ ലൈഫിൻ്റെ ആ കോൺട്രവേഴ്സീസിനെല്ലാം അപ്പുറം അദ്ദേഹം പോപ്പ് കൾച്ചർ നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനേക്കാളും പേഴ്സണൽ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അദ്ദേഹം തന്ന ആർട്ട് എന്താണെന്നുള്ളതാണ് കാലാകാലം പലപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒത്തിരി ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സീസ് കരിയറിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നമുക്ക് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ. എപ്പോഴും ഒരു ആൽബം ഇറങ്ങുമ്പം, ഒരു സോങ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് അത് പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാരത് തിരഞ്ഞ് കണ്ടുപിടിച്ച് കാണുന്നു എന്ന് പറയുമ്പോഴൊക്കെ അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ശരിക്കും എന്തൊരു ട്രൂ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്ന സോങ് എന്ന് പറയുന്നത്. ഒത്തിരി എന്തുകൊണ്ടാണ് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്ന സോങ് ഡിഫറെൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബീറ്റ് എന്ന് പറയുന്ന വേർഡിലൂടെ ഇൻഫാക്ട് ദ വേർഡ് ബീറ്റ് ക്യാൻ കൊനോട്ട് ആൻ ആക്ട് ഓഫ് വയലൻസ് എന്നുള്ളതാണ്. നമ്മൾ ആ സോങ്ങിൻ്റെ മീനിങ് നോക്കുവാണെങ്കിൽ, ബിഹൈൻഡ് ദ സോങ് എന്താണ് മീനിങ് നോക്കുവാണെങ്കിൽ, മൈക്കിൾ ജാക്സൺ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കോ പ്രൊഡ്യൂസർ അതിനകത്തുണ്ട്, ക്വിൻസി ജോൺസ് പറഞ്ഞിട്ട് കോ പ്രൊഡ്യൂസറാണ്. ശരിക്കും ഇത് വയലൻസിന് എഗൻസ്റ്റ് ആയിട്ട്, വയലൻസ് നമ്മൾ ഒഴിവാക്കണം ലൈഫിൽ, അല്ലെങ്കിൽ വയലൻസ് വേണ്ട നമുക്ക് ലൈഫിൽ എന്നുള്ളൊരു മെസ്സേജ് തരുന്ന ഒരു സോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് അത് പറയുന്നത്, ഒരു മാൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു സോങ് ആണ്. സോ എപ്പോഴും ഈ ഒരു ലൈഫിൽ ഐദർ ദ വിന്നർ ഓർ ലോസർ എന്ന് പറഞ്ഞ രീതിയിൽ വരുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അദ്ദേഹം ഒരു യങ് മാൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുന്ന ഒരാളായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ ഈ ഗ്യാങ് വാർ, സ്ട്രീറ്റ് ഫൈറ്റ്, അതൊക്കെ അതിനകത്തൊരു വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോങ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ഇൻഫാക്ട് എ ബാറ്റിൽ ഓഫ് ഗുഡ് വേഴ്സസ് ഈവിൾ എന്നുള്ളതാണ്.
എന്തുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ ഈ പറഞ്ഞ ഗ്യാങ് ഫൈറ്റിലേക്ക് വരുന്നത്, സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് തരുന്ന ഒരു സോങ് ആയിട്ടാണ് അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ശരിക്കും ലൈഫിൽ ആർക്കും ലൂസർ ആവാൻ താല്പര്യമില്ല അല്ലേ, എല്ലാവർക്കും വിൻ ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ലൂസർ ആവുകയാണെങ്കിൽ അതിനെ വളരെ പീസ്ഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ്, ഒത്തിരി ഹിഡൻ മീനിങ്സ് ഉള്ള ഒരു പോമാണ്, ഒരുപാട് സോങ് ആണ് ഇൻഫാക്ട് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അതിൻ്റെ ഒരു കാരണം അന്ന് ആ സോങ്ങിന് ശേഷം ഇങ്ങോട്ട് വന്ന അതിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് അവാർഡ്സ് വിൻ ചെയ്യാൻ അതിന് സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാമി അവാർഡ്സ് ഫോർ റെക്കോർഡ്സ് ഓഫ് ദി ഇയർ ആയിട്ട് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് റെക്കഗ്നീഷൻസ് കിട്ടിയ ഒരു സോങ് ആണ് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഈ സോങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മൈക്കിൾ ജാക്സന്റെ മറ്റ് സോങ്സിൽ നിന്നും ബീറ്റ് ഇറ്റിനെ ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വേ ഓഫ് പ്രസൻറ്റേഷൻ. ആ സോങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഫൈറ്റ് ഒക്കെ അതിനകത്ത് ഇങ്ങനെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു യൂണിവേഴ്സൽ പീസ് എന്നുള്ള രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സോങ് ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു മ്യൂസിക് വീഡിയോ ആണെന്നുള്ളത് നമുക്കറിയാം. ഇതൊരു സ്റ്റോറി പറയുന്ന ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഡാൻസ് റൂട്ടീൻസിൽ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഒരു സോങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മ്യൂസിക് വീഡിയോസിന് അന്ന് വരെ ഒരു ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിട്ട് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മൈക്കിൾ ജാക്സൺ ഒരു റെഡ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ വൈറ്റ് ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്രസൻറ്റേഷനാണ് അദ്ദേഹത്തെ അതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഒരു കൗണ്ട്ലെസ് ടൈംസ് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നീട് ഇങ്ങോട്ട് ആൾക്കാർ എത്ര പ്രാവശ്യം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും പോപ്പ് കൾച്ചറിൽ അതിങ്ങനെ പാരഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാരഡി ഇൻ സെൻസ് കളിയാക്കിയിട്ടല്ല, പാരഡി ചെയ്ത് അതിനെ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ശരിക്കും കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ആ സോങ്ങിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കോറിയോഗ്രാഫി നോക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒത്തിരി സ്ഥലത്ത് അത് വീണ്ടും ഇമിറ്റേറ്റ് ചെയ്തേക്കുന്നതായിട്ടും ലൈവ് പെർഫോമൻസസിലും ഒക്കെ മ്യൂസിക് വീഡിയോസിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ട്രെൻഡ് പിന്നീട് ഇങ്ങോട്ട് ഫാഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഡാൻസ് നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. നോൺ വയലൻസിനെ കുറിച്ച് റെസൊല്യൂഷൻസിലേക്ക് നമ്മൾ പോവുക, കോൺഫ്ലിക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ആ രീതിയിലൊരു മെസ്സേജ് തരുന്ന ഒരു പോമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കാണുമ്പം. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ എഗൈൻ നമുക്കറിയില്ല. കാരണം അത്രയ്ക്കും ഇൻ്റർനെറ്റിലൂടെ അതിന് ശേഷം ഇങ്ങോട്ടും ആൾക്കാരെ അത്രമാത്രം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളെ. എത്രയെന്ന് അതും എഗൈൻ കൗണ്ട്ലെസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയില്ല എത്ര TV ഷോസിൽ, എത്ര മൂവീസിൽ, മറ്റുള്ള അതർ ഫോംസ് ഓഫ് മീഡിയയിലൊക്കെ അതിങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റെഫറൻസ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഐക്കോണിക് പോസ് കൊണ്ടും നിൽപ്പ് കൊണ്ടും ഒക്കെ ശരിക്കും വ്യത്യസ്തമാകുന്ന ഒരു സോങ് ആണ് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്ന സോങ് എന്ന് പറയുന്നത്. നമുക്കൊരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോങ് ആണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആ സോങ്ങിനുണ്ട്. ഒരു എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സോങ് നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾക്കിത് റെഫർ ചെയ്യണം, എന്തുകൊണ്ട് ഇത് കാണണം എന്ന് അവരോട് പറയണം എന്നൊക്കെ ചോദിച്ചാൽ അതിന് കൾച്ചറലി അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. വയലൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആ സോങ് കേൾക്കണം, കേട്ടിട്ട് നമ്മുടെ ഈ നറേഷനിലേക്ക് വരിക. അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അവോയ്ഡിങ് വയലൻസ് എന്നുള്ളതാണ്. ഫൈറ്റ് അവോയ്ഡ് ചെയ്യുക, യു ഷുഡ് സീക്ക് എ പീസ്ഫുൾ റെസൊല്യൂഷൻ ടു കോൺഫ്ലിക്ട്സ് എന്നുള്ളതാണ്. ശരിക്കും എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ലൈഫിലുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കോറസ് ഉണ്ട് അതിനകത്ത്. കോറസ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഫ്രേസ് എന്ന് പറയുന്നത് ബീറ്റ് ഇറ്റ് എന്നുള്ളതാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ശരിക്കും യു ഷുഡ് ബീറ്റ് ഇറ്റ് എന്നുള്ളതാണ്. ഫൈറ്റിനെ അവോയ്ഡ് ചെയ്യുക, ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലാതെ ഒരു ഗ്യാങ് വാറിലേക്കോ ഈ പറഞ്ഞ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയാണ് അതിനകത്ത് പറയുന്നത്. സ്ട്രീറ്റ് ഫൈറ്റിങ്ങിനെ കുറിച്ചും ഗ്യാങ് വയലൻസിനൊക്കെ കുറിച്ചും അതിനകത്ത് റെഫറൻസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പോപ്പിൻ്റെ, റോക്ക് കൾച്ചറിൻ്റെ ഒക്കെ മ്യൂസിക്കിൻ്റെ ഒരു ഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സോങ് എന്ന് പറയുന്നത്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ആ സോങ്ങിനെ എന്തുമാത്രം അത് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ വയലൻസ്, പിന്നെ യൂത്ത് കൾച്ചർ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഗ്യാങ് വയലൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു തീമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. നോൺ വയലൻറ്റ് റെസിസ്റ്റൻസിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ സോങ് എന്ന് പറയുന്നത്.
ഇതിൽ അദ്ദേഹം ഇങ്ങനെ യങ് പീപ്പിളിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മൈക്കൽ ജാക്സൺ. അത് ഇറ്റ് സിംബലൈസസ് ഇൻഫാക്ട് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഇറ്റ്സ് എ വെരി പവർഫുൾ സോങ്. ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. ഒരു പോസിറ്റീവ് മെസ്സേജാണ് നമുക്ക് തരുന്നത്. യു ഷുഡ് അവോയ്ഡ്, റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം ഇതാ, അവോയ്ഡ് വയലൻസ് ആൻഡ് സീക്ക് പീസ് എന്നുള്ളൊരു രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്ത് പോകുന്നത്. ഇന്നും പോപ്പുലർ കൾച്ചറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ഇന്നും പോപ്പുലർ കൾച്ചറിൽ ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പം തീംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെയാണ് തീംസ് എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സോങ് ആണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സോങ്സ് മൈക്കൽ ജാക്സനെ കേട്ടിട്ടുണ്ടായിരിക്കും മ്യൂസിക് വീഡിയോസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഈ ഒരു ടൈപ്പ് ഓഫ് വരുന്ന ആദ്യത്തെ ഒരു സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് ലൈവ് പെർഫോമൻസസ് പിന്നീട് ഇങ്ങോട്ട് അത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളിലൊക്കെ തന്നെ മ്യൂസിക് യാത്രകളിലൊക്കെ തന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സോങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സോങ്ങാണ് ബീറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. വാട്ട് മേക്സ് എ സോങ്, ഈ പറഞ്ഞ തീംസൊക്കെ ഓർക്കുക. പ്ലസ് എന്താണ് ഈ സോങ്ങിനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ്. ഒരുപാട് വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. മ്യൂസിക് വീഡിയോസിൽ ലൈവ് പെർഫോമൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലും അതേപോലെയുള്ള സ്റ്റെപ്സ് വരുന്നുണ്ട്. പ്ലസ് ഒരു സോഷ്യൽ മെസ്സേജും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ആ സോങ്ങിനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് എന്നുള്ളത് കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ സോങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.